ഞാനിന്ന് പറയാൻ പോകുന്നത് എനിക്ക് എയർ അറേബ്യ എയർലൈൻസ് ഉണ്ടായ ഒരു യാത്രാനുഭവം അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ യാത്ര ചെയ്യുന്നത് സലാല മുതൽ ഷാർജ വരെ, പിന്നീട് ഷാർജ മുതൽ തിരുവനന്തപുരം വരെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. ഏകദേശം ഷാർജ എയർപോർട്ട് വരെ കാര്യങ്ങളൊക്കെ വളരെയധികം സ്മൂത്തായിരുന്നു. എന്നാൽ പിന്നീട് കഥ മുഴുവൻ മാറി. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, അതായത് സലാല ടു ഷാർജ ഫ്ലൈറ്റ് കറക്റ്റ് സമയമായിരുന്നു. അതായത് രാവിലെ 10 മണിക്ക് അവിടെ നിന്നെടുത്ത് 11:55 ഷാർജ എയർപോർട്ടിൽ എത്തി. അവിടെ നിന്നും എനിക്ക് അടുത്ത ഫ്ലൈറ്റ് 12:55. ഇതിനിടയിൽ 1 മണിക്കൂർ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി ഈ ഷാർജ ട്രിവാൻഡ്രം കൗണ്ടറിലെത്തി. ഈ കൗണ്ടറിൽ എത്തിയിട്ടും അവിടെ ബോർഡിങ് ആരംഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സൈഡിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 12:35 ആയപ്പോഴത്തേക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വന്ന് ക്യൂവിൽ നിന്നു. എൻ്റെ ടേൺ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, സാർ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാര്യം എന്താണ്? സാർ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സ്ഥലം കാണിച്ചു തന്നു. ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എന്നെ പോലെ വന്നവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചു കാര്യം എന്താണ് പറയുന്നത്. അറിയത്തില്ല, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് ടൈമായി. 12:55 ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റിനുള്ളിൽ നിന്നുള്ളതെന്ന് പറയുന്നു, ഫ്ലൈറ്റ് മുഴുവൻ ഫുള്ളായി, ഇനി ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുന്നു, സാർ ഇവിടെ 9 പേര് അല്ല 10 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലേഡി ഉൾപ്പെടെ. അപ്പോൾ അത് പറയുന്നു, ആ ലേഡിയെ മാത്രമേ കൊണ്ടുപോകാം, ബാക്കി 9 പേരെ കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾ വീണ്ടും കൗണ്ടറിൽ വഴക്കുണ്ടാക്കുന്നു. ഞങ്ങളെല്ലാം എയർ അറേബ്യ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തവരാണ്, ക്യാഷ് കൊടുത്തവരാണ്, എന്നിട്ട് ഞങ്ങളെന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കുന്നു. അവിടുത്തെ സ്റ്റാഫുകൾ ആരും തന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും സാർ വെയിറ്റ് ചെയ്യും മാത്രം പറയുന്നത്. കൂടെയുള്ള ആളെല്ലാം ബഹളം വെച്ചു. ഒടുവിൽ ഒരു ഏൽപ്പിച്ച ലേഡി വന്നു. ആ ലേഡി പറയുന്നത്, നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ലേറ്റായി, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളെല്ലാം 1 മണിക്കൂർ മുന്നോട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അവർ സമ്മതിക്കുന്നില്ല. ഒടുവിൽ അവർ പറഞ്ഞു, നിങ്ങൾ മാനേജരെ കാണണം. ഒടുവിൽ അവിടുത്തെ കുറച്ച് മലയാളി സ്റ്റാഫിനാണ് വന്നിട്ട് നമ്മളോട് സംസാരിച്ചു. ഇതേപോലെ കൗണ്ടറിലേക്ക് പോകണം സാറ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ച് അവിടെ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം കൗണ്ടറിൽ പോയി. അവിടെ എത്തിയപ്പോഴത്തെ ഫ്ലൈറ്റ് മുഴുവൻ മാറി. അവർ പറയുന്ന സാർ, ഇത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓവർ ബുക്കായിപ്പോയി. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ, സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആവുന്നവർക്ക് മുൻകൂട്ടി ഇൻഫർമേഷൻ കിട്ടി. അതനുസരിച്ച് ഇവർ ഈ കണക്ഷൻ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഇവരുടെ എയർ അറേബ്യ സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഈ ലാസ്റ്റ് ടൈമിൽ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നല്ല എമൗണ്ടിൽ ടിക്കറ്റ് ആളുകൾ എടുക്കും. ലാസ്റ്റ് ടൈമിൽ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഇവർ കാശ് ഉണ്ടാക്കാൻ പരിപാടിയായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഈ 9 പേരിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അത് പറഞ്ഞു, ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, പക്ഷേ 1/2 മണിക്കൂർ ഞങ്ങളോട് എത്തിയിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കൗണ്ടറിൽ ചേട്ടൻ പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവങ്ങൾ, ഞങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് തരാം, രാത്രി 10:25 അടുത്ത ഫ്ലൈറ്റ് കയറ്റി വിടാം, അതുവരെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം, ആഹാരം എല്ലാം തരാം, ഒരു ലോഞ്ച് ആക്സസ് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഈ ഫ്ലൈറ്റിന് പകരമായിട്ട് മറ്റൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് വൗച്ചർ ഞങ്ങൾ തരുന്നതായിരിക്കും എന്നും പറഞ്ഞു. നിങ്ങളൊരു 7:30 ആകുമ്പോഴത്തേക്ക് കൗണ്ടറിൽ വരിക, അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് അടുത്ത ടിക്കറ്റിനുള്ള വൗച്ചർ തരാം എന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾ ഇതെല്ലാം കേട്ട് ഞങ്ങൾ ഈ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്തു. അവിടെ നല്ല ആഹാരമൊക്കെ ആയിരുന്നു. ആഹാരം കഴിച്ചു. ഏകദേശം 10 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 7:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ കൗണ്ടറിൽ വരികയാണ് രാത്രിയിൽ. അപ്പോൾ 7:30 ഈ കൗണ്ടറിലെ സ്റ്റാഫെല്ലാം മാറി. പുതിയ ആളാണ് മേഡ്. ഇത് പറയുന്നു, വൗച്ചറിനൊന്നും തരാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ ഇമെയിലിൽ വരത്തുള്ളൂ. വീണ്ടും നമ്മൾ അടുത്ത ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവില്ലല്ലോ. നമ്മൾ വീണ്ടും കൗണ്ടറിൽ പോയി വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം 10:25 ഫ്ലൈറ്റ് എടുക്കുന്നു. നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. കറക്റ്റ് ടൈമിൽ 4 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ കൗണ്ടറിൽ അവരെന്നോട് പറഞ്ഞായിരുന്നു, അതായത് നിങ്ങൾക്ക് ഇമെയിൽ വരുമെന്ന്. പക്ഷേ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു, ഇമെയിലൊന്നും വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവർക്കൊരു ഇമെയിൽ അയച്ചു. ഇതേപോലെ നിങ്ങൾ കാരണം എൻ്റെ ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആയി, 10 മണിക്കൂർ ഡിലേ ആയി, എനിക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള വൗച്ചർ പറഞ്ഞു, വൗച്ചർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്ലൈറ്റിൽ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇമെയിൽ അയച്ചു. എനിക്ക് ആ അടുത്ത ഫ്ലൈറ്റ്, അതായത് ഇനി അടുത്ത തവണ ഇറങ്ങി പോകുമ്പോൾ ഈ ഷാർജ ടു ട്രിവാൻഡ്രം ഉള്ള ഫ്ലൈറ്റുമുള്ള ആ ടൈമിൽ മണി അനുസരിച്ചുള്ള വൗച്ചറിലേക്ക് തന്നു. ഇതെനിക്ക് 1 ഇയറിനുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 200 ദിർഹം, ഏകദേശം 20 റിയാൽ, ആ ഒരു റേഞ്ചിലേ ഉള്ളായിരുന്നു പ്രൈസ്. എയർ അറേബ്യ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും റേറ്റ് കുറവായിരിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ ടൈമിംഗ് ഉള്ള കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ എയർ അറേബ്യ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇതുവരേക്കും ഓരോ എയർലൈനിലും ഇതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ ആവാറുണ്ട്, പക്ഷേ ഇതുവരെയും ആ ഫ്ലൈറ്റ് തന്നെ കൊണ്ടുപോകാനിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം അനുഭവമാണ്.
അപ്പോൾ ഞാനിങ്ങനെ ആ കൗണ്ടറിൽ മറ്റ് ആളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പലർക്കും ഈ അനുഭവം മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇത് എയർ അറേബ്യയുടെ സ്ഥിരം പണിയാണ്. ഞാൻ പലപ്പോഴും പോകാറുള്ളത് രാത്രി ഫ്ലൈറ്റാണ്. ഈ പകൽ ഫ്ലൈറ്റിലാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ അതിൽ 2 പേര് ടിക്കറ്റ് കമ്പനി വഴിയാണ്. അപ്പോൾ അവർക്കൊരു വൗച്ചർ ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. വൗച്ചർ പോകുന്നത് കമ്പനിക്കായിരിക്കും. എന്നെപ്പോലെ ഇങ്ങനെ സ്വയം ടിക്കറ്റ് എടുത്തത് മാത്രമേ ഈ വൗച്ചർ കൊണ്ട് പ്രയോജനമുള്ളൂ. ഏതായാലും ഇതായിരുന്നു എൻ്റെ എയർ അറേബ്യയിലുണ്ടായ ഒരു അനുഭവം. ഞാൻ പലതവണ ഇറങ്ങി പോയിട്ടുണ്ട്. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.